ശശി തരൂരിന്റെ കേരളത്തിന്റെ വികസന നേട്ടങ്ങളെ അഭിനന്ദിച്ച പരാമർശം, അതിനെതിരെ കോൺഗ്രസ് നേതാക്കൾ ഒന്നടങ്കം രംഗത്ത് വരുന്നു. കേരളത്തിന്റെ വികസനത്തെ അല്ലെങ്കിൽ കേരളം സ്വന്തമാക്കിയ നേട്ടങ്ങളെക്കുറിച്ച് പറയുമ്പോൾ കോൺഗ്രസ് നേതാക്കൾക്ക് എന്തുകൊണ്ട് പൊള്ളുന്നു എന്ന ചോദ്യം പൊതുസമൂഹം അവരോട് ചോദിച്ചു തുടങ്ങിയ ഒരു സമയത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ നമ്മുടെ മുൻപിലേക്ക് വരുന്ന വളരെ പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ മുഖപത്രമായ വീക്ഷണം ശശി തരൂരിനെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് ലേഖനം എഴുതിയിരിക്കുന്നു എന്നതാണ്. അതായത് വീക്ഷണം പറയുന്നത് രാമനാമം ചൊല്ലേണ്ട ഇടത്ത് രാവണ സ്തുതിയാണ് ശശി തരൂർ പാടുന്നുവെന്നാണ് വീക്ഷണം പറയുന്നത്. രാവിലെ മുതൽ വെള്ളം കോരിയിട്ട് സന്ധ്യയ്ക്കത് കലമുടയ്ക്കുന്ന പരിപാടി തരൂർ കാണിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ UDF വിജയത്തിന് കുരുതി കൊടുക്കരുതെന്നും ഇത്തരം നടപടികൾ ആത്മഹത്യാപരമെന്നും വീക്ഷണം കോൺഗ്രസിന്റെ മുഖപത്രം എഴുതിയിരിക്കുകയാണ്. മുഖലേഖനമാണത്. വിജിൻ വായന്തോട് തിരുവനന്തപുരത്ത് നിന്ന് വാർത്തയുടെ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. വിജിൻ, ഗുഡ് മോർണിംഗ്. മോർണിംഗ് മനു. വിജിൻ, സംസ്ഥാനത്തിനുണ്ടായ വലിയ നേട്ടത്തെ ശശി തരൂർ അഭിനന്ദിക്കുന്നു. പക്ഷേ അതിൻ്റെ പൊള്ളൽ മുഴുവൻ കോൺഗ്രസിനാണ്. സംസ്ഥാനത്തിനുണ്ടാകുന്ന നേട്ടത്തിൽ കോൺഗ്രസ് ഇങ്ങനെ വേവലാതിപ്പെടുന്നത് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല. ഇനി ഒരിക്കലും ഇങ്ങനെ പോയാൽ സ്വന്തം നേതാക്കൾ വരെ സംസ്ഥാനത്തിനുണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിഞ്ഞാൽ ഭരണം എന്നതൊരു വിദൂര സ്വപ്നമാകുമെന്ന ആശങ്കയാണോ അവരെ നയിക്കുന്നത്? ഇന്നിപ്പോൾ വീക്ഷണം എഴുതിയിരിക്കുന്നത് എന്താണ്? മനു, എന്തായാലും ഈ ശശി തരൂരിൻ്റെ സർക്കാർ അനുകൂല പ്രസ്താവന വലിയ തരത്തിലുള്ള കോളിളക്കമാണ് കോൺഗ്രസിൽ സൃഷ്ടിച്ചത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പല വിഭാഗങ്ങളായി മാറി. VD സതീശനും അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയും മറ്റ് നേതാക്കളുമൊക്കെ ശശി തരൂരിനെതിരായി വലിയ വിമർശനം ഉന്നയിക്കുമ്പോഴും ഇന്ന് വീക്ഷണം പത്രം അതിരൂക്ഷമായ അധിക്ഷേപം ശശി തരൂരിനെതിരായി നടത്തുമ്പോഴും സുധാകരൻ ഇക്കാര്യത്തിൽ ഒരു അക്ഷരം പോലും മിണ്ടിയിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഇക്കാര്യത്തിൽ നേരത്തെ സുധാകരനെതിരെ പടയൊരുക്കം ഉണ്ടായ ഘട്ടത്തിലെല്ലാം AICC പ്രവർത്തക സമിതി അംഗം എന്നുള്ള നിലയിൽ സുധാകരനെ പിന്തുണയ്ക്കുന്ന നിലപാട് ശശി തരൂർ സ്വീകരിച്ചിരുന്നു. ആ നിലപാട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ തള്ളിപ്പറയേണ്ടതില്ല എന്നുള്ള നിലപാടിലേക്ക് സുധാകരൻ എത്തിയിട്ടുണ്ട് എന്നാണ് വ്യക്തമാക്കുന്നത്. AICCയും നടപടി വേണമെന്ന ആവശ്യം തള്ളിക്കളഞ്ഞിട്ടുണ്ട് എന്നുള്ളതും ഇപ്പോൾ വ്യക്തമാവുകയാണ്. സ്വതന്ത്രമായി അഭിപ്രായം പല വിഷയങ്ങളിലും പറയുന്ന ആളാണ് ശശി തരൂർ എന്നുള്ളതാണ് അവർ വ്യക്തമാക്കുന്ന കാര്യമെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മറ്റൊരു തരത്തിലുള്ള നടപടിയിലേക്കൊന്നും പോകേണ്ടതില്ല എന്ന് പറയുമ്പോഴും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക് വലിയ തരത്തിലുള്ള അമർഷം ഇക്കാര്യത്തിൽ ഉണ്ട്. അതാണ് വീക്ഷണം പത്രത്തിലെ എഡിറ്റോറിയലിലും വ്യക്തമാകുന്നത്. വലിയ അതിരൂക്ഷമായ വിമർശനമാണ് വീക്ഷണം ശശി തരൂരിനെതിരെ നടത്തുന്നത് എന്നുള്ളതാണ്. ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടടുത്ത് നിൽക്കുന്ന വേളയിൽ ശശി തരൂർ നടത്തിയ ഇത്തരം പ്രസ്താവനകൾ വലിയ തരത്തിലുള്ള തിരിച്ചടി പാർട്ടിക്കുണ്ടാക്കും എന്നുള്ള വികാരമാണ്. സാധാരണ പ്രവർത്തകരുടെ വികാരം മാനിക്കാത്ത നിലപാടാണ് ശശി തരൂർ സ്വീകരിച്ചത് എന്നാണ് വീക്ഷണം പത്രം വ്യക്തമാക്കുന്നത്. എന്തായാലും ഇത്തരത്തിൽ പല ഭാഗങ്ങളായി തിരിഞ്ഞുള്ള വിമർശനം ശശി തരൂരിനെതിരെ ഉന്നയിക്കുമ്പോഴും LDF ഇതൊരു ആയുധമാക്കാനുള്ള നീക്കം നേരത്തെ തന്നെ ഉപയോഗപ്പെടുത്തുകയാണ്. അത്തരത്തിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ആ നിലപാടിനെ അംഗീകരിച്ചുകൊണ്ട് അതിനെ സ്വാഗതം ചെയ്തുകൊണ്ട് രംഗത്തെത്തുന്ന സാഹചര്യം ഒക്കെ ഉണ്ടായതും അതുകൊണ്ട് തന്നെയാണ്. അല്പസമയത്തിനകം CPMന്റെ സംസ്ഥാന സമ്മേളനത്തോട് അനുബന്ധിച്ച പതാക ദിനം ഇവിടെ AKG സെന്ററിന് മുന്നിൽ MV ഗോവിന്ദൻ മാസ്റ്ററുടെ പതാക ഉയർത്തും. അതിനുശേഷം ഈ വിഷയത്തിൽ ഉൾപ്പെടെയുള്ള പ്രതികരണവും ലഭ്യമാകും. കൂടുതൽ പ്രതികരണം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഈ ശശി തരൂരിൻ്റെ നിലപാടിനെ സ്വാഗതം ചെയ്ത് രംഗത്തെത്തുന്നു. താൻ കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് ഇക്കാര്യം പറഞ്ഞത് എന്ന കാര്യത്തിൽ ശശി തരൂർ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. അതാണ് കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കുന്നത്. VD സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ നിരന്തരമായി ഇക്കാര്യത്തിൽ സർക്കാർ ഒന്നും ചെയ്യുന്നില്ല എന്ന് വരുത്തിയെടുക്കാനുള്ള ശ്രമം നടക്കുമ്പോഴും AICC പ്രവർത്തക സമിതി അംഗം കൂടിയായ ശശി തരൂർ ഇക്കാര്യത്തിൽ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ ശ്ലാഘിച്ചുകൊണ്ട് രംഗത്തെത്തിയത് വലിയ തിരിച്ചടിയാണ് പ്രതിപക്ഷ നേതാവിനും എന്താണ് വിജിൻ? ഇവിടെ ആ വിഷയം അങ്ങനെ നിൽക്കുന്നു. തരൂരിന്റെ അഭിനന്ദനം അത് കണക്കുകളും വസ്തുതകളുടെയും അടിസ്ഥാനത്തിലാണെന്ന് ഇപ്പോൾ എല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട്. കാരണം കൂടുതൽ കണക്കുകളൊക്കെ നമ്മുടെ മുൻപിലുണ്ടല്ലോ. പക്ഷേ കോൺഗ്രസിനുള്ളിൽ തരൂരിൻ്റെ ഈ സ്റ്റാൻഡ് എന്ത് നീക്കമാണ്, അല്ലെങ്കിൽ എന്തിൻ്റെ നീക്കമാണ് തരൂർ നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഒരു സതീശ വിരുദ്ധ നീക്കത്തിന് മൂർച്ച കൂട്ടുകയാണോ തരൂർ? തീർച്ചയായും മനു, അങ്ങനെ തന്നെയാണ്. കാരണം ഇക്കാര്യത്തിൽ AICC പ്രവർത്തക സമിതി അംഗമായ ശേഷം തനിക്ക് ഒരു വിലയും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ, പ്രത്യേകിച്ച് ഈ VD സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ നൽകുന്നില്ല എന്നുള്ള പരാതി ശശി തരൂരിനുണ്ട്. അത് പരസ്യമായി പ്രകടിപ്പിക്കുന്നില്ലെങ്കിലും ഈ വിഭാഗത്തിനെതിരായി ഏത് ഘട്ടത്തിലും അത്തരത്തിൽ ഒരു തൻ്റെ അനിഷ്ടം അത് പ്രകടിപ്പിക്കാറുണ്ട് ശശി തരൂർ എക്കാലത്തും. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ VD സതീശനെതിരായ വലിയ തരത്തിലുള്ള ഒരു വിമർശനം, മറുപടി ഒക്കെ നൽകുന്ന സാഹചര്യമുണ്ടായത്. എന്തായാലും
എന്തായാലും നിലവിൽ ഇപ്പോൾ ശശി തരൂരിൻ്റെ പ്രതികരണത്തെ ആകാംക്ഷയോടെ തന്നെയാണ് AICC നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ നോക്കിക്കാണുന്നത്. ഏത് തരത്തിലുള്ള നിലപാടിലേക്കാണ് ശശി തരൂർ പോകുന്നത് എന്നുള്ളതാണ്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ എഴുതാനുണ്ട് എന്ന് ശശി തരൂർ തന്നെ വ്യക്തമാക്കുന്നു. അത് തൻ്റെ എഴുത്ത് അംഗീകരിക്കാൻ കഴിയുന്ന മലയാളികളുണ്ടെങ്കിൽ ഇനിയും എഴുതും എന്നുള്ളതാണ് ഇന്നലെ ശശി തരൂർ വ്യക്തമാക്കിയത്. അതിനർത്ഥം ഇനിയും കൂടുതൽ കാര്യങ്ങൾ താൻ പറയും എന്നുള്ള ഒരു മറുപടിയാണ് VD സതീശൻ ഉൾപ്പെടെ ശശി തരൂർ നൽകുകയും ചെയ്തത്. എന്തായാലും സുധാകരൻ ഇക്കാര്യത്തിൽ പാലിക്കുന്ന മൗനം ശ്രദ്ധേയമാണ്. അക്കാര്യത്തിൽ ശശി തരൂരിന് അനുകൂലിക്കുന്ന നിലപാട്, ശശി തരൂരിനെ പിണക്കേണ്ടതില്ല എന്ന നിലപാടിലേക്ക് സുധാകരൻ എത്തുന്നു. അതുതന്നെയാണ് ആദ്യഘട്ടത്തിൽ തന്നെ പരിശോധിക്കാം എന്ന് പറയുമ്പോഴും മറ്റു തരത്തിലുള്ള ഒരു ശശി തരൂരിനെതിരായ ഒരു പ്രസ്താവനയിലേക്ക് കെ സുധാകരൻ എത്താത്തതിന് കാരണവും അതുതന്നെയാണ്. എന്തായാലും ഇക്കാര്യത്തിൽ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവർ വിമർശനം ഉന്നയിക്കുന്നുവെങ്കിലും ശശി തരൂരിനെ പിണക്കേണ്ടതില്ല എന്ന നിലപാടിലേക്ക് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവരും എത്തുന്നു. പക്ഷേ VD സതീശൻ ശശി തരൂരിനെ ശത്രുപക്ഷത്ത് നിർത്തിയുള്ള നിലപാട് നിരന്തരം സ്വീകരിക്കുകയാണ്. അതിനുശേഷം പിന്നീട് ശക്തമായ വിമർശനം ഉയർന്നതിന് ശേഷം അത് മറുപടി ശശി തരൂർ തന്നെ നൽകിയിട്ടുണ്ട്. പക്ഷേ അതിനുശേഷം ഇതുവരെ ഇതിൽ ഒരു പ്രതികരണം നടത്താൻ VD സതീശനും തയ്യാറായിട്ടില്ല. കാരണം AICC പോലും അത്തരത്തിൽ ശശി തരൂരിനെ അംഗീകരിക്കുന്ന നിലപാട് തൽക്കാലം തള്ളേണ്ടതില്ല എന്നുള്ള നിലപാടിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ശശി തരൂരിനെതിരായ വിമർശനം KC വേണുഗോപാലിൻ്റെ ഭാഗത്തുനിന്ന് പോലും ഉണ്ടായിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. ശശി തരൂർ എന്ന ഒരു ലോകത്ത് തന്നെ അറിയപ്പെടുന്ന ഒരു വ്യക്തി കോൺഗ്രസിൻ്റെ നേതാവായി AICC പ്രവർത്തക സമിതി അംഗമായി ഒക്കെ നിൽക്കുകയാണ്. അദ്ദേഹമാണ് കേരളത്തിലെ വ്യവസായ രംഗത്തെ കേരളത്തിൻ്റെ ഭരണ മികവിനെയൊക്കെ പുകഴ്ത്തിക്കൊണ്ട് രംഗത്തെത്തുന്നത് എന്നുള്ളതും വലിയ തരത്തിൽ എടുത്തു കാണേണ്ട ഒരു കാര്യമാണ്. കേരളം അത് വലിയ ചർച്ചയാക്കുകയും ചെയ്യുന്നു. എന്നിട്ടും കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കൾ, AICC നേതാക്കൾ ആരും തന്നെ ഇക്കാര്യത്തിൽ പ്രതികരണം നടത്താത്തത് ഒരു ആലോചനയ്ക്ക് ശേഷം മതി ശശി തരൂരിനെതിരായ നീക്കം എന്നുള്ള നിലപാടിലേക്ക് അവർ തന്നെ എത്തി എന്നുള്ളതാണ്. ഇക്കാര്യത്തിൽ സുധാകരൻ ശശി തരൂരിനെ അനുകൂലിക്കുന്നു. പക്ഷേ VD സതീശൻ വിഭാഗം ശശി തരൂരിനെതിരായി രംഗത്തുന്നു. അതാണ് ഇന്നലെ MMSൻ്റെയൊക്കെ പ്രസ്താവനയിലൂടെ വ്യക്തമാവുകയും ചെയ്യുന്നത്. MMS പ്രവർത്തക സമിതിയിൽ നിന്ന് തന്നെ ശശി തരൂരിനെ ഒഴിവാക്കണം എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ അത്തരം നിലപാട് മറ്റാരും സ്വീകരിച്ചിട്ടുമില്ല. അതിനെതിരെ ശക്തമായ മറുപടി തരൂർ തന്നെ നൽകുകയും ഏതായാലും വീക്ഷണം തരൂരിനെ വിമർശിക്കുമ്പോൾ സ്വാഭാവികമായും അത് കോൺഗ്രസിന്റെ നിലപാട് ഒരിക്കൽ കൂടി പറഞ്ഞു വെക്കുകയാണ്. ഈ നാടിന് നേട്ടമുണ്ടാകുന്ന എന്ത് കാര്യമാണെങ്കിലും അതിനെ എതിർക്കുക എന്നത് തന്നെയാണ് കോൺഗ്രസിന്റെ നിലപാട്. നമ്മൾ സമീപ നാളുകളിലൊക്കെ അത് കണ്ടുപോരുന്നതാണ്. നമ്മുടെ നാട് ഇങ്ങനെ തല ഉയർത്തി നിൽക്കുമ്പോഴും തല കുരിച്ചു നിൽക്കുന്നത് കോൺഗ്രസ് ആണ്. കാരണം കോൺഗ്രസ് ആണ് മറ്റുള്ളവരുടെ മുൻപിൽ ചെറുതായി പോകുന്നത് ഇങ്ങനെയുള്ള നിലപാട് സ്വീകരിക്കുമ്പോൾ. ഇന്നലെ ഇത് ഞാൻ പറഞ്ഞതല്ല, ഇന്നലെ തരൂർ തന്നെ വ്യക്തമാക്കിയതാണ്. ഈ മാറ്റം നമ്മൾ അംഗീകരിച്ചില്ലെങ്കിൽ, നമ്മുടെ കൺമുന്നിൽ കാണുന്ന മാറ്റം നമ്മൾ അംഗീകരിച്ചില്ലെങ്കിൽ ചെറുതായി പോകുന്നത് നമ്മൾ ഓരോരുത്തരുമായിരിക്കുമെന്ന് ഇന്നലെ ശശി തരൂർ VD സതീശൻ അടക്കമുള്ളവർക്ക് മറുപടി നൽകുന്നത് നമ്മൾ കണ്ടതാണ്. ഏതായാലും ഇന്ന് വീക്ഷണം രൂക്ഷമായ ഭാഷയിൽ പറയുകയാണ്, രാമനാമം പാടേണ്ടയിടത്ത് രാവണസ്തുതിയാണ് തരൂർ നടത്തുന്നത് എന്നാണ് വീക്ഷണം ആക്ഷേപിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഹൈക്കമാൻഡിനെ സമീപിക്കാൻ പോവുകയാണ് കോൺഗ്രസ് നേതൃത്വം. ഹൈക്കമാൻഡ് ഈ വിഷയത്തിൽ എന്ത് സമീപനം സ്വീകരിക്കുമെന്ന് നമുക്ക് അറിയേണ്ടതുണ്ട്.